എൻ്റെ കൊച്ചാപ്പി, ഇതാണ് എൻ്റെ ചിക്കൻ. ചിക്കൻ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഫ്രിഡ്ജിലിട്ട് കണ്ടോ? താഴെ കണ്ടോ? ഇവിടെ കഴിക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് സാൽമൺ ഫ്രീസർ. ഇത് ഞങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ, പാലിൽ പൈനാപ്പിളിൻ്റെ ഐസ് കട്ട ഇടുന്ന പോലെ പൈനാപ്പിൾ ഇട്ട് കഴിക്കും. എല്ലാം ഫ്രീസറാണ്. ഇത് കണ്ടോ? ചിക്കൻ ബ്രസ്റ്റ്, അതും ഫ്രീസർ ഇച്ചിരി ഇടുക, ഫ്രയറിലിടുക, കഴിക്കുക. ഇതെന്താണെന്നറിയാമല്ലോ? പരിപ്പ് അല്ല, ഗ്രീൻ പീസ്. ഫ്രീസറാണ്, ഫ്രീസറിനകത്ത് വെച്ചിരിക്കുക. ഇതാണ് ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ കടയിൽ കിട്ടുന്ന സാധനം കണ്ടോ? ഗ്രീൻ പീസും ക്യാബേജും ക്യാരറ്റും എല്ലാം ഫ്രീസറാണ്. മിക്സഡ് വെജിറ്റബിൾസ്. ഇത് കണ്ടോ? ഇത് ഷ്രിംപാണ്, വൈറ്റ് ഷ്രിമ്പ്, അതായത് കൊഞ്ച്. കണ്ടോ? ഫ്രീസറാണ്, ഫ്രീസറിനകത്ത് ഇറക്കുക. പിന്നെ കണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ കഴിക്കുന്നത്. പിന്നെ മറ്റേ സോസേജ്, പോർക്കിൻ്റെ ബാക്കി കഥകൾ. ഇതിടുന്നു, ഫ്രൈയറിനകത്ത് ഇടുന്നു, എണ്ണയിലിടുന്നു, അരമണിക്കൂർ കൊണ്ട് എല്ലാ ഫുഡും ആകുന്നു. ഇവിടെ ജീവനുള്ള ഒരു സാധനം ഇല്ലെന്ന് ഞാൻ നേരത്തെ കണ്ട് പറഞ്ഞില്ലേ. ഇത് പിന്നെ ഇതെന്താ നോക്കട്ടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ അച്ചായന്മാർ കഴിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ചിക്കൻ, ഇത് അവക്കാഡോ, ഇവിടുത്തെ ഏറ്റവും വലിയ സാധനമാണ് അവക്കാഡോ. അതിൻ്റെ ഫ്രോസൺ സാധനം. ഓവൺ ഇടുന്നു. വേറെ എന്തൊക്കെയാണ്? അത് ചിക്കൻ ബ്രസ്റ്റാണ്. ചിക്കൻ ബ്രസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ? ചിക്കൻ ബ്രസ്റ്റ് $10 ഉള്ളൂ ഒരു പാക്കറ്റിന്. ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ എത്ര കിലോ ഉണ്ട്? 1.5 കിലോ വെറും $10 കിട്ടും, വെറും ചായ കുടിക്കുന്ന കാശിന്. ഇതിടുന്നു, ഇതെടുക്കുന്നു, ഫ്രയറിനകത്ത് ഇടുന്നു, ഫ്രയറിനകത്ത് വയ്ക്കുന്നു. 15 മിനിറ്റ് കൊണ്ട് ചിക്കൻ റെഡി. പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 5 വർഷം വരെ അവിടെ ഇരുന്നോളും. ഇതൊക്കെയാണ് ഇവിടെ കഴിക്കുന്നത്. ഇനി ഇത് അടുത്ത കാണിച്ചു തരാം. ഇതൊന്നും ഇവർ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇത് ഒരു മാസം ഇവിടെ തന്നെ ഇരിക്കുന്ന സാധനങ്ങളാണ്. ഞാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ജ്യൂസുകൾ, ഇഷ്ടംപോലെ ജ്യൂസും സോസും. മാംഗോ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, അടുത്ത ജ്യൂസ് പീച്ച് ജ്യൂസ്, ഹണി ക്രിസ്പി, ആപ്പിൾ ജ്യൂസ്. ഇത് പാലിൻ്റെ ഒരു വെറൈറ്റിയാണ്. പാലിൻ്റെ വേറൊരു വെറൈറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് പാലിൻ്റെ, സ്റ്റാർബക്സിൻ്റെ വേറൊരു വെറൈറ്റി. പിന്നെ ഇതാണ് ഒറിജിനൽ മിൽക്ക്, ഇവിടെ കിട്ടുന്ന മിൽക്ക്. ഡയറി മിൽക്ക്. സമാധാനമായോ? ഫുഡിനെ കുറിച്ചൊക്കെ ഇനി അറിയണോ? ഇനി അടുത്ത ഷോപ്പിൽ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ.